ആക്ച്വലി ഐ എം വെരി മൈറ്റി ഇംപ്രസ്ഡ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു കമ്പാഷനറ്റ് ആയിട്ട് ഒരു ലോകത്തിന് തന്നെ ഒരു മാറ്റം വരാൻ, ഒരു വലിയ സമൂഹത്തിന് മാറ്റം വരുത്താൻ കാരണമായ ഒരു ആലോചനയാണ് നിത്യ മുന്നോട്ട് വെച്ചത്. പുതിയ ആശയം ഇതിനകത്ത്. ഇപ്പോൾ ജേർണലിസ്റ്റ് എത്ര ഉണ്ടായിരുന്നു, സിറ്റിസൺ ജേർണലിസ്റ്റ് പറയേണ്ട ഒരു സ്റ്റോറിയാണോ എന്നതിലുപരി ഒരു പുതിയ ഒരു സമൂഹത്തിന് തന്നെ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ എങ്ങനെ സമൂഹത്തിൻ്റെ ഭാഗമാക്കാം, കുറച്ചും കൂടി ഒരു മെച്ചുവേർഡ്, കുറച്ചും കൂടെ കാരുണ്യമുള്ള, കുറച്ചും കൂടെ സഹാനുഭൂതിയുള്ള ഒരു സൊസൈറ്റി ആയിട്ട് നമുക്ക് എങ്ങനെ മാറാം എന്നുള്ളൊരു ആലോചനയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. നന്നായിട്ട് അതിനെ എന്ന് വെച്ചാൽ ഇപ്പം അതിന് കുറ്റം പറയാനായിട്ടാണെങ്കിൽ കുറേ അധികം നമുക്ക് പറയാം. അതിൻ്റെ സ്റ്റോറീസ് ഒന്നും പറഞ്ഞു പോകുമ്പോൾ അത് കംപ്ലീറ്റ് അല്ല, പകുതി വെച്ച് കട്ട് ചെയ്തു, എഡിറ്റ് ചെയ്തു. ബിക്കോസ് അത് നമ്മുടെ സൈൻ ലാംഗ്വേജ് പറയുന്ന കുട്ടി ഒത്തിരി പേര് ആക്ച്വലി എടുത്തു ഞാൻ, അവരുടെ ലൈഫ് സ്റ്റോറീസ് എല്ലാം. നമുക്ക് ടൈം ലിമിറ്റേഷൻ ഉണ്ട്, 4 minutes. അപ്പൊ എനിക്ക് പ്രോബ്ലത്തിന്റെ സൈഡും പറയണം, റൂട്ട് കോസും പറയണം, അതിനൊരു സൊല്യൂഷനും പറയണം. പ്ലാനൊന്നും അതിനകത്തുണ്ടായിരുന്നില്ല. കാരണം ടീച്ചറിന്റെ പകുതി, അവിടെ നിന്നുള്ള പകുതി, എഡിറ്റ് ചെയ്ത പകുതി, മേ ബി ഐ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് നൗ. നമ്മുടെ ഇന്ത്യയിൽ RPWD ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് ഉണ്ട്. ഇറ്റ്സ് ഓൾറെഡി പാസ്ഡ്. ആ ബില്ല് പാസ് ചെയ്താണ് 2016. ദാറ്റ് സേസ് ഡെഫ് പോലത്തെ ആൾക്കാർക്ക് ഇവർ മെയിൻലി ഫേസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ ബാങ്ക്, ഡോക്ടറിൻ്റെ അടുത്ത് പോവുക, കടകളിൽ പോകുമ്പോൾ ഇതൊക്കെയാണ്. അപ്പം ബാങ്ക് പോലത്തെയൊക്കെ ഉള്ള സ്ഥാപനങ്ങളിൽ പോവുകയാണെങ്കിൽ ആക്ട് അനുസരിച്ചിട്ട്, നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് ദർ ഷുഡ് ബി ഒരു ഇൻ്റർപ്രറ്റർ അവർ പ്രൊവൈഡ് ചെയ്യണം എന്നാണ്. പക്ഷെ അത് നമ്മുടെ ഡെഫിനും അറിയില്ല, ഇവിടുത്തെ അതോറിറ്റീസിനും അറിയില്ല. അതൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ റൂൾ അനുസരിച്ചിട്ട് പിന്നെ നമ്മുടെ ISL ലാംഗ്വേജ് അല്ലെങ്കിൽ സൈൻ ലാംഗ്വേജ് സ്കൂൾ തലത്തിൽ കൊണ്ടുവരണമെന്നും ഒരു ബില്ല് പാസ്സായിട്ടുണ്ട്. അത് ഇതുവരെയ്ക്കും അത് എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. ഇറ്റ് ഈസ് പാസ്ഡ് ഇൻ ഐ തിങ്ക്, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. പക്ഷെ HOD പറഞ്ഞതാണത്. അതൊക്കെ ഉണ്ട് ഇതിൽ ആ പാസ്സായിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദിസ് RPWD ആക്ട് ഉള്ളി 2016 ഈ ആക്ട് അനുസരിച്ചിട്ടാണ്. പക്ഷേ അതിന് ഇന്നോവേറ്റീവായിട്ട് ലൈക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അല്ലെങ്കിൽ സ്കൂൾ തലത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പം ലൈഫ് സ്കിൽ ക്ലാസ്സസ് നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും ഒരു ബേസിക് എഡ്യൂക്കേഷനായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ CBSE NCERT സിലബസിൻ്റെ കൂടെ ഇത് നമ്മൾ നമ്മുടെ സൈൻ ബോർഡ്സ് ഒക്കെ കാണിക്കൂലേ, റെഡ് ലൈറ്റ്, ബ്ലൂ ലൈറ്റ്, പിന്നെ ഡാൻസസ് പഠിപ്പിക്കുന്ന പോലെ ഇതും ഒരു ലാംഗ്വേജ് ആയിട്ട് കുറച്ച് ഒരു പീരീഡെങ്കിലും ഒരു വീക്കിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഒരു സൊല്യൂഷൻ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു പക്ഷേ ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത് ഒരു അധിക ഭാരമായിട്ട്, ഇപ്പം നമുക്കിപ്പോൾ എന്താ വേണ്ട അവരോട് മിണ്ടിയിട്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് വേറൊരു തലത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ സൈൻ ലാംഗ്വേജ് നമ്മുടെ ഈ കൈ ആംഗ്യങ്ങൾ എന്ന് പറയുന്നത് അത് പിന്നെ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ബ്രെയിനിനെ ആക്ടിവേറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. മുദ്രകൾ പഠിപ്പിക്കാൻ നമ്മൾ ഡാൻസിൽ കുട്ടികളെ മുദ്രകൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് മറ്റൊരു സമൂഹത്തിന് കുറച്ചുകൂടെ ഒരു മെച്ചുവേർഡ് സൊസൈറ്റി ആക്കാൻ എന്ന് പറയുകയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് ആവാം. നിശ്ചിത തന്നെ ഓൺലൈൻ ക്ലാസ്സസ് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്, എനിക്കൊന്ന് രജിസ്റ്റർ ചെയ്ത് ഒന്ന് പഠിക്കാൻ അങ്ങനെ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ പഠിച്ചേനെ. ഓൺലൈനിൽ കോഴ്സ് ഉണ്ടോ എന്ന് നല്ലൊരു ആലോചനയാണ് മുന്നോട്ട് വെച്ചത്. ലൈക്ക് ഇറ്റ്. താങ്ക് യു സോ മച്ച് നിത്യ. താങ്ക് യു. സോ ദർ ഇസ് എ ഹിഡൻ മാർക്ക്. അപ്പോൾ ഹിഡൻ മാർക്ക് ഞാനിപ്പോൾ ഇടാം. റൈറ്റ്, നൈസ്. ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ പുതിയ ആശയങ്ങൾ, പുതിയ ലോകത്തിന് ഉപകാരപ്രദമാകുന്ന ആശയം, അങ്ങനെയുള്ള ആലോചനകൾ വരട്ടെ. ഐ ഡോണ്ട് നോ ഇത് കൃത്യമായി ഒരു ജേർണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ വരുന്നതാണോ എന്നറിയില്ല. പക്ഷെ ഇറ്റ്സ് വെരി ഫ്യൂച്ചറിസ്റ്റിക്. ലോകത്തിന് കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ട ഒരു നല്ല ലോകമാക്കാൻ കാരണമാകുന്ന ഒരു ആലോചനയാണ് തീർച്ചയായിട്ടും നിത്യം മുന്നോട്ട് വെച്ചത്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ബാറ്റിൽ തുടങ്ങി. ചൈത്യ ആൻഡ് ദിവ്യശ്രീ ഡാൻസ് ബാർ. ഒരു കോമ്പറ്റീഷൻ മൈൻഡിൽ നിങ്ങൾ കളിച്ചേ പറ്റൂ. ഇതില് ഞാൻ കുറെ പോരായ്മകളിനെ നോക്കുകയുണ്ടായിരുന്നു. ശൈത്യക്ക് പിന്നെ ഡബിൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ദിവ്യശ്രീ പോലെ ഒരു ഡാൻസിന്റെ കൂടെ ഡാൻസ് ചെയ്യാം. പക്ഷെ ഒരു ബാറ്റിൽ ആയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ.